അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉസ്താദന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. എന്നാൽ ഞാൻ കുറച്ച് കഥ പറയാം. എൻ്റെ കഥയുടെ പേരെന്താണെന്നറിയാമോ? സത്യസന്ധതയുള്ള അംഗീകാരം. മഹാനായിരുന്ന ഖാദി അബൂബക്കർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിച്ചിരുന്ന കാലം വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു. കയ്യിലാണെങ്കിലും നയാ പൈസ പോലുമില്ല. അദ്ദേഹം വീട്ടിലേക്ക് നടന്നു. വഴിയിൽ നിന്ന് പട്ടുകൊണ്ടുണ്ടാക്കിയ സഞ്ചി ലഭിച്ചു. അത് തുറന്നു നോക്കിയപ്പോൾ മറ്റൊരു പട്ടു സഞ്ചി. അത് തുറന്നു നോക്കിയപ്പോൾ വെട്ടി തിളങ്ങുന്നൊരു മുത്തുമാല. അത് കൊണ്ടുപോയി വീട്ടിൽ സുരക്ഷിതമായി വെച്ചു. തിരിച്ചങ്ങാടിയിലേക്ക് നടന്നു. കയ്യിൽ 500 ദിനാറും വിളിച്ചു കരയുന്നു, എന്റെ മുത്തുമാല എനിക്ക് തിരിച്ചേൽപ്പിക്കുന്നവർക്ക് ഞാൻ 500 ദിനാർ നൽകുന്നതാണ്. ഇത് കേട്ട ബഗ്ദാദി അദ്ദേഹത്തിനെ കൂട്ടി വീട്ടിലേക്ക് നടന്നു. സഞ്ചിയുടെയും മാലയുടെയും കൃത്യമായിട്ട് അടയാളം പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അത് നൽകി. അദ്ദേഹം ബഗ്ദാദിക്ക് 500 ദിനാർ നൽകി. പക്ഷെ ബഗ്ദാദി അത് സ്വീകരിച്ചില്ല. ബഗ്ദാദി പറഞ്ഞു, വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ സാധനം ഉടമക്ക് തിരിച്ചു കൊടുക്കൽ എന്റെ ബാധ്യതയാണ്. അദ്ദേഹം കുറെ നിർബന്ധിച്ചെങ്കിലും അത് സ്വീകരിച്ചില്ല. അപ്പൊ പിരിഞ്ഞു. കുറെ കാലങ്ങൾക്ക് ശേഷം മക്കയിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവുകയായിരുന്നു ബഗ്ദാദി. പെട്ടെന്നൊരു കാറ്റ് വന്നു. കപ്പൽ തകർന്നു. കപ്പലിലുള്ള എല്ലാവരും മരിച്ചു. ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. അദ്ദേഹം മരത്തടിയിന്മേൽ പിടിച്ച് വലിച്ച് ഏന്തിക്കേറി കരയിലേക്ക് അടുപ്പിച്ചു. മരത്തടിയിന്മേൽ ഇരുന്നു വള്ളിയിന്മേൽ പിടിച്ചു. ഖുർആനിൽ മൊഴികിയിരുന്നു. നാട്ടുകാർ പറഞ്ഞു, ഞങ്ങൾക്കും ഖിറാഅത്ത് പഠിപ്പിച്ചു തരാൻ ആവശ്യപ്പെട്ടു. ഖിറാഅത്തിലൂടെ എഴുത്തും വായനയും അറിയാമെന്ന് അവർ മനസ്സിലാക്കി. അതും പഠിപ്പിച്ചു തരാൻ ആവശ്യപ്പെട്ടു. കുറെ ആൾക്കാർ വന്നു. അതിനെ രാധാപ്പൂട്ടി കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചു. പക്ഷെ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് സമ്മതിച്ചു. കല്യാണപ്രായമായപ്പോൾ മണവാട്ടിയുടെ കൗത്തിലൊരു മുഖ്യമാണ്. ബഗ്ദാദി അമ്പരന്ന് പോയി. ഇത് ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഉടമക്ക് തിരിച്ചു കൊടുത്ത അതേ മുത്തുമാല. നാട്ടുകാർ ചോദിച്ചു, നിങ്ങളെന്താ ആ മുത്തുമാലയിലേക്ക് തന്നെ നോക്കുന്നത്? ആ മുത്തുമാലയുടെ പുറകിലുള്ള കഥ പറഞ്ഞു കൊടുത്തു. നാട്ടുകാർ അന്വേഷിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ ഉപ്പക്കായിരുന്നു നിങ്ങൾ മാല കൊടുത്തത്. എന്റെ കഥയുടെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? സത്യസന്ധത എവിടെയും വിജയിക്കും. അസ്സലാമു അലൈക്കും.